അത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. അതിനും എന്നെ അവർ കുറേ വഴക്ക് പറഞ്ഞു. പിന്നെ അമ്മ എൻ്റെ അടുത്ത് വന്ന് വീട്ടിൽ വന്ന് പറയുക ചെയ്ത് ഇങ്ങനെ ചെയ്യില്ല, മുതിർന്നവരൊക്കെ സംസാരിക്കുന്ന ഇടയിൽ കൂടെ പോയി പിള്ളേരിങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അത് പിന്നെയും അങ്ങനെ തന്നെ ചെയ്യാനേ തോന്നാറുള്ളൂ. എനിക്ക് IPS എന്നൊരാഗ്രഹമില്ലായിരുന്നു. ഞാൻ IAS ആണ് പ്രതീക്ഷിച്ച് എഴുതിയത്. പക്ഷേ എനിക്ക് ദൈവം പറഞ്ഞു നീ IPS ഓഫീസർ ആയാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. പൈസ ബുക്ക് വാങ്ങിക്കാൻ കാശ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ട്യൂഷൻ എടുക്കും കുട്ടികൾക്ക്. എൻ്റെ ഒരു സ്കൂൾ കാലത്തൊക്കെ വായിക്കുന്ന നോവലുകളിൽ പലപ്പോഴും IPSകാരിയായ സ്ത്രീകൾ അതൊരു വലിയ നമ്മൾക്കൊക്കെ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിലൊരു ജ്വാല IPS എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തുടർക്കഥകളിൽ നോവലുകളിൽ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊരു ആദ്യമായിട്ട് ഞങ്ങൾക്ക് അനുഭവം വന്നത് മാഡം IPS ശ്രീലേഖ IPS എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. പക്ഷേ ആ ഒരു IPS ഉദ്യോഗസ്ഥയാകുമ്പോൾ ആയിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു കമൻറ്റ് വന്നത് അല്ലെങ്കിൽ അങ്ങനെ കേട്ടത്, അതായത് പൊള്യൂട്ട് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നു എന്നുള്ള രീതിയിലുള്ളതൊക്കെയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. എന്താണ് അങ്ങനെ ആദ്യത്തെ ഒരു സാഹചര്യം ഉണ്ടായത്? അന്ന് മാത്രമല്ല, എനിക്കൊന്ന് ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണ് പോലീസിനെ ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമ്പം മീശ, തുറിച്ച കണ്ണ്, കൊടവയറ് എന്നൊക്കെയുള്ള വിശേഷണമായിരിക്കും കിട്ടുക. ഒരിക്കലും ഒരു സ്ത്രീയെ ഒരു കൊച്ചുകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു സ്ത്രീ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൂടെ പോവില്ല. അപ്പോൾ ആ ഒരു സമ്പ്രദായം അന്ന് കുറച്ചും കൂടെ രൂക്ഷമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പൗരുഷമുള്ള ഒരു പുരുഷന്മാരുടെ ഒരു മാസ്കുലിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഒരു പോലീസ് ഒരു ഫീമെയിൽ ഓഫീസർ ഒരു ശ്രൈണത വന്നാൽ എന്തൊക്കെയോ കുഴപ്പം പറ്റും എന്നുള്ളൊരു ധാരണയുള്ള ഒരു DGP ആണ് അത് പറഞ്ഞത്. അപ്പോൾ DGP അത് ഹാസ്യരൂപയുടെ പറഞ്ഞതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താ, ഞാൻ ഉൾപ്പെടുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അവിടെ മദ്യപാനം, പുകവലി ഒക്കെ വളരെ രഹസ്യമായിട്ട് നടക്കൂ, പരസ്യമായിട്ട് നടക്കില്ല. പക്ഷേ അതിന് മുമ്പ് നടക്കുമായിരുന്നു. ഇപ്പോൾ വനിതകൾ എവിടെയുണ്ടോ അവിടെ മെച്ചപ്പെടും. അപ്പോൾ അങ്ങനെ മെച്ചമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട എന്നുള്ളൊരു ചിന്ത ഞങ്ങൾ കാർക്കശ്യക്കാരായിട്ട് ഞങ്ങളുടെ ദുശീലങ്ങളും അഴിമതിയും അതുപോലെ ചീട്ടുകളിയും മദ്യപാനവും പുകവലിയും ഒക്കെ യഥേഷ്ടം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചിലർ മാത്രമേ ഇത് പറയുള്ളൂ എന്നാണ് എൻ്റെ വളരെ ഉറച്ച വിശ്വാസം. പോലീസ് ഫോഴ്സിൽ കയറി, കൂടുതൽ SP ആയി, കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോയി. ഏറ്റവും ഡെയറിങ് ആയിട്ട് നമ്മൾ നേരിടേണ്ടി വന്ന അന്വേഷണം ഏതായിരുന്നു? ഒരുപാട് കേസുകളിനകത്ത് അല്ലെങ്കിൽ പല എനിക്ക് ആശയങ്ങളുണ്ടാവും. കാരണം ഈ സ്ഥിതി കാണുമ്പോൾ സമൂഹത്തിൻ്റെ ചിലപ്പോൾ വളരെ മോശം അവസ്ഥ കാണും. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വളരെ മോശമായിട്ട് ജീവിക്കുന്ന വൃദ്ധജനങ്ങൾ, ചില കുട്ടികളെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ, മയക്കുമരുന്നിൻ്റെ അമിത ഉപയോഗം, അല്ലെങ്കിൽ ചില പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ചില ദുശീലങ്ങൾ, മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പോലീസിൻ്റെ അകത്തുള്ള സൂയിസൈഡ്. അപ്പോൾ ഓരോന്ന് കാണുമ്പോഴും ഞാൻ പ്രപ്പോസൽസ് എഴുതി അയക്കും. ഞാൻ എല്ലാത്തിലും ഇങ്ങനൊരു പരിഹാരം നമുക്ക് പോസിബിളാണ്. പോലീസിൻ്റെ പുറത്തും ഞാൻ പ്രപ്പോസൽ എഴുതി അയച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇടുക്കിയുടെ ചുമതലയുള്ള എറണാകുളം റേഞ്ച് DIG ആയിട്ട് ഇരുന്നപ്പോഴാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയ ഇത് വന്നപ്പോൾ അതിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കിയപ്പോൾ ഞാൻ പൊട്ടാതിരിക്കാനുള്ള നമുക്ക് നിർമ്മിതി എന്താ ചെയ്യാനുള്ളത്, എങ്ങനെയാണ് വെള്ളം കൂടാതെ വേറൊരു ഡാം താഴെ കെട്ടി അതിനകത്ത് ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതിൻ്റെ പ്രപ്പോസൽ വരെ ഞാൻ എഴുതി അയച്ചു. അങ്ങനെ ഞാനിങ്ങനെ പ്രപ്പോസൽസ് അയക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഉന്നമനത്തിനായിട്ട് വൃദ്ധജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് കുട്ടികളിലെ മയക്കുമരുന്നിനെതിരെ കുട്ടികളെ ഞാനൊരു സിനിമ തന്നെ എടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന മയക്കുമരുന്നിൻ്റെ വിപത്തിനെ കുറിച്ചൊരു ഫിലിം എടുത്ത് തൃശ്ശൂരുള്ള എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കാണിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് അതെ. പക്ഷേ ഇതിനൊന്നും എനിക്ക് ഒരു പരിധിക്കപ്പുറം സപ്പോർട്ട് തരില്ല. കാരണം ഇത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഫണ്ട് വേണം, ഗവൺമെൻറ്റിൻ്റെ നിസ്വാർത്ഥ ഒരു സഹകരണം നമുക്ക് കിട്ടണം. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഞാൻ തുടങ്ങി വെച്ചത് പോലീസ് സ്റ്റേഷനിലെ ഒരു ദിവസം മുഴുവൻ ഒരു വളരെ റിമോട്ട് ഒരു ഏരിയയിൽ കൊണ്ടുവച്ച് അവിടെ നിന്ന് പ്രവർത്തിപ്പിക്കുക. അപ്പം ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറ്റില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അവരെടുത്തോട്ട് ചെല്ലും. അങ്ങനെയുള്ളൊരു സമ്പ്രദായം തുടങ്ങിയത് എനിക്കതിന് അച്ചടക്ക മെമ്മോ തരികയൊക്കെ ചെയ്തു. പക്ഷേ അതാണ് ഇപ്പം ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ് നടപ്പിലാക്കാനുള്ള മുന്നോടിയായി വന്നത്. കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഫോർ വിമൻ, ഞാനാണ് ആദ്യമായിട്ട് ചേർത്തലയിൽ ഒരു സ്ത്രീകൾക്ക് ഒരു കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങിയത്. ആ കൗൺസിലിംഗ് സെൻറ്ററാണ് പിന്നീട് പല സെല്ലുകൾ പല ജില്ലകളിലും അത് പിന്നീട് വ്യാപകമായത്. അപ്പോൾ വനിതാ സെല്ലും ഒക്കെ തുടങ്ങിയത് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പം പുരുഷന്മാരുടെ ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ മാനസിക സമ്മർദ്ദം, പുകവലിയിൽ നിന്ന് എങ്ങനെ അവരെ വിമോചിതരാക്കാം, മദ്യപാനത്തിനെതിരെ എങ്ങനെ വിമോചിതരാക്കാം, അതിൻ്റെ പ്രപ്പോസലിൻ്റെ ബേസിസിലാണ് ഹാറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങിയത്.
ജനങ്ങൾക്ക് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ വരാതെ അവരുടെ വീട്ടുമുറ്റത്ത് പരിഹാര മാർഗം കാണാമെന്നുള്ളതിന് തുണാന്ന് തുടങ്ങിയതാണ് ആ തുണ ആപ്പ് വന്നത്. ആ തുണ ആപ്പ് ഇപ്പോഴും വളരെ നന്നായിട്ട് നടത്തും. അപ്പോൾ ഇതുപോലുള്ള ചില പ്രപ്പോസൽസ് നടക്കും. പക്ഷേ എല്ലാം ഇപ്പോൾ വനിതാ പോലീസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിനൊന്നും നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണോ എൻ്റെ ആശയങ്ങൾ എനിക്ക് എൻ്റെ രീതിക്കനുസരിച്ച് നടപ്പിലാക്കാൻ പറ്റാത്തത് അപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ ഇതൊന്നും അവർ അതിൻ്റേതായിട്ടുള്ള ഒരു രീതി കാണില്ല. ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ള അസൂയയാണ്. ഞാൻ എന്ത് നേടിയാലും ഒരു മെഡൽ കിട്ടിയാലും ഉടനെ ഭയങ്കര അസൂയ. എനിക്ക് ഏതെങ്കിലും രീതിയിൽ പ്രശംസ കിട്ടിയാൽ ഭയങ്കര അസൂയ. എനിക്കൊരു പത്രത്തിലൂടെ ഒരു നല്ല ഒരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അസൂയ. അപ്പോൾ ആ മറുഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് വരും, എനിക്കെതിരെ വ്യാജ വാർത്ത സൃഷ്ടിക്കും, വലിച്ച് താഴെ ഇറക്കാൻ സൃഷ്ടിക്കും. ഈ ശ്രീലേഖ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല, ഇവളിതാ ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കാനായിട്ടൊരു അറ്റംപ്റ്റ് ചില സ്ഥലങ്ങളിൽ നിന്നും നടക്കും. അതൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിനൊക്കെ നേരിട്ടത്? വലിയ പ്രയാസമായിരുന്നു എനിക്ക്. ആദ്യമൊക്കെ ഞാൻ അതിനെ ഫൈറ്റ് ചെയ്തപ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫൈറ്റിംഗ് ഒരു ടെൻഡൻസി ഉണ്ട്. അനീതി കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും. പക്ഷേ ഓരോ പ്രാവശ്യം പ്രതികരിക്കുമ്പോഴും അത് വേഴ്സ് ആവുക ചെയ്തത്. അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആളുകളെ മറക്കും. അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതിന് പ്രാധാന്യം കിട്ടും. ചില കാര്യങ്ങൾ സത്യസന്ധത പുറത്ത് വരുമ്പോൾ, സത്യമായിട്ടുള്ള ഇതായിരുന്നു എന്ന് പുറത്ത് വരുമ്പോൾ ചില പത്രമാധ്യമങ്ങൾ ഇതാണ് ശരിക്കുള്ള കഥ എന്ന് എഴുതത്തില്ലെങ്കിൽ പോലും എനിക്കൊരു തൃപ്തിയാണ് അതാ വന്നല്ലോ എന്നുള്ളത്. എനിക്ക് തൃപ്തിയാണ്. എനിക്കാരും ഐ ഹാവ് നത്തിങ് ടു പ്രൂവ് ടു എനിബഡി. എൻ്റെ ജോലി തന്നെ എൻ്റെ രീതിയിൽ എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് സത്യസന്ധമായിട്ട് ചെയ്യുക. എവറിത്തിങ് വിൽ ബി ഫൈൻ. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ എത്തി. ഇങ്ങനെയൊരു പദവിയിലേക്ക് എത്തിയിട്ട്, അതായത് കേരളത്തിലെ മേഡം നേരത്തെ പറഞ്ഞ പോലെ അത്രയും മസ്കുലൈൻ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് അത്. പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണ്. ആ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മേഡത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ആ തുടക്കത്തിലുമൊക്കെ? എൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ സാന്നിധ്യം അതൊരുപാട് ഗുണം പിന്നീട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ഇത് എന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തതാണ്. ഒരിക്കലും ഒരു സ്ത്രീ ആണെന്നുള്ളൊരു പരിഗണന എവിടെയും ഞാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സ്ത്രീ എന്നുള്ള അറിയാമല്ലോ, എന്തെങ്കിലും ഇപ്പം മെൻസസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര പെയിൻ അനുഭവിക്കുന്ന സമയമോ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴുള്ള അസ്വസ്ഥതകളോ ഇതൊന്നും ഞാൻ പുറത്ത് കാണിക്കാതെ ഫുൾ ടൈം ജോലി ചെയ്തിട്ടുണ്ട്. രാത്രി ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ലോങ് ടൈം ഞാൻ ബാത്റൂമിലൊന്നും പോകാതെ ഇരിക്കേണ്ടി വന്ന ഒരു ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. പ്രസവിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് മാത്രം ഞാൻ ലീവ് എടുക്കുകയും 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് ചേരുകയും ചെയ്ത ആളാണ് ഞാൻ. എനിക്കൊരു എക്സ്ട്രാ ടൈം പോലും എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത്രയും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുമ്പോൾ നാച്ചുറലി എന്താ അറിയുന്നത്, എല്ലാ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പേഴ്സണലി ഒരു കഷ്ടപ്പാടുണ്ടാവുമായിരിക്കും, പക്ഷേ ദിസ് ഇസ് സംതിങ് ദാറ്റ് എനി വുമൺ ക്യാൻ ഡൂ എന്നുള്ളൊരു ചിന്ത കൊടുക്കുമ്പോൾ മോർ ആൻഡ് മോർ വിമൻ വിൽ കം ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എനിക്ക് തൊട്ട് പിന്നാലെ വന്ന സന്ധ്യയും ബാക്കി വന്ന ഉദ്യോഗസ്ഥരും എല്ലാം ഇതുപോലെ ഒരു റോൾ മോഡലാകാനായിട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് നടക്കുന്നത് കൊണ്ട് എല്ലാ കല്ലും മുള്ളും എല്ലാം എൻ്റെ കാലിൽ പറ്റി. അതുകൊണ്ട് എൻ്റെ പിൻഗാമികൾക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടുള്ള വിജയശാന്തിയെ ചെയ്ത പല പോലീസ് വേഷങ്ങൾ, അപ്പോൾ വലിയ സംഘടനകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ സംഘടനകളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റെയറാണ്. അതുപോലെ ചെയ്യാൻ നമുക്ക് ഒരു സീനിയർ ഓഫീസർക്ക് നേരിട്ട് ചെയ്യേണ്ടി വരില്ല. എന്നോടൊരു കൊച്ചുകുട്ടി പണ്ടൊരു സ്കൂളിലൊരു പരിപാടിക്ക് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു കള്ളനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളൻ ചാടി വെള്ളത്തിൽ പോയാൽ മാഡം പുറകെ ചാടുമോ എന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും ചാടൂല. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന പോലീസിനോട് പറയും ചാടടാ പിടിക്കടാ എന്ന് പറയുന്ന. കാരണം എൻ്റെ ജോലി സൂപ്പർവിഷനാണ്, അല്ലാതെ നമ്മൾ പോയി ഇത് ചെയ്യലല്ല. ഗുണ്ടകളെ അടിച്ചമർത്താനായിട്ട് ഞാൻ തന്നെ നേരിട്ട് പോയി അവരെ ഫൈറ്റ് ചെയ്ത് കീഴടക്കുക എന്നല്ല എൻ്റെ ജോലി. ഞാനൊരു സൂപ്പർവൈസിങ് ഓഫീസർ എന്നുള്ള നിലയിൽ എൻ്റെ കീഴിലൊരു കുറേ നല്ല സമർത്ഥരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഈ IPS ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വെപ്പണുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുമല്ലോ, അപ്പോൾ എങ്ങനെയാണത്? നല്ല താല്പര്യത്തോടെയാണോ ചെയ്തിരുന്നത്? വെപ്പൺ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട്. ഞങ്ങളുടെ തോക്ക് പിടിച്ചുകൊണ്ടാണ് പരേഡ് ചെയ്യുന്നത്. നമ്മുടെ പോലീസിൻ്റെ പരേഡ് ചെയ്യുന്നത് തോക്കും ലാത്തിയും ഒക്കെ പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ സായുധ സേന തന്നെയാണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ട്രെയിനിങ്ങിൻ്റെ ഇടയിലൂടെ പഠിക്കണം. എങ്ങനെയാണ് ഒരു പിസ്റ്റൾ അല്ലെങ്കിൽ ഒരു റൈഫിൾ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്, അൺലോഡ് ചെയ്യുന്നത്, എങ്ങനെ ഡിസ്മാൻറ്റിൽ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത്, അതെല്ലാം പഠിപ്പിക്കും. കൂടാതെ ഇൻഡോറിലുള്ള ഒരു പ്രത്യേക ആർമറി ഉണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെ ചെന്നിട്ടാണ് വലിയ വലിയ വെപ്പൺസ് ഷൂട്ട് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ വലിയ പ്രയാസമായിരുന്നു ഈ റൈഫിൾ ഷൂട്ടിങ്ങും നമ്മൾ ഈ ഇതിന് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ പ്രയാസമായിരുന്നു. പക്ഷേ പിസ്റ്റൾ ഷൂട്ടിങ് എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹാൻഡ് ഹെൽഡ് വെപ്പൺസ് ആണെങ്കിൽ ഇതൊരു സ്റ്റെഡിനെസ്സാണ് അതിൻ്റെ ആവശ്യം. അപ്പോൾ അതിനൊരു സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എനിക്ക് എപ്പോഴും പിസ്റ്റൾസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. വലിയ വെപ്പൺസ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ആണ്. ഈ പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു അനുഭവങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ ഒരു പോകേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. ആർമി അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതെ, അതെങ്ങനെയായിരുന്നു? എൻ്റെ ആർമി അറ്റാച്ച്മെൻറ്റ് വളരെ നല്ലതായിരുന്നു. ഒരു 24/6 എന്ന് പറയുന്ന ഒരു പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. എല്ലായിടത്തും ഈ റെജിമെൻറ്റ്സിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും ഉണ്ടല്ലോ. അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലവും അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് IPSനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 100-ൽ കൂടുതൽ പ്രൊബേഷണേഴ്സ് ഉണ്ട്, ട്രെയിനിങ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അതിൽ 5 പേരെ പെണ്ണുങ്ങളുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലും ഒരു പെണ്ണൊക്കെ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരു പെണ്ണ് പോലും കാണാറില്ല. അപ്പോൾ ഞങ്ങളുടെ ആർമി അറ്റാച്ച്മെൻറ്റിൻ്റെ ആ ഗ്രൂപ്പിനകത്ത് ഐ വാസ് ദ ഓൺലി ലേഡി. അതുകൊണ്ട് എനിക്ക് ആർമിയിലെ ഓഫീസേഴ്സ് തന്നെ അവരുടെ ലേഡിയോട് കാണിക്കുന്ന അതേ പരിഗണന എന്നോടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ലെഫ്റ്റനൻറ്റ് കേണലും ഒക്കെ വരുമ്പോഴും ആദ്യം എൻ്റെ അടുത്ത് കൈസ ഹേ ആപ് ടീക്ക് ടാക്ക് ഹേ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്താണ് കൂടുതലായിട്ട് വാംത്ത് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ പെട്രോളിങ്ങും അതുമൊക്കെ പോകുന്ന സമയത്തുമൊക്കെ അപ്പോൾ പാരാമിലിറ്ററി അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ നടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അവർ പറയും ആ പിതർ രയ്യേ ഞങ്ങൾ പൊക്കോളാന്ന് പറയും. ഞാൻ പറയും ഇല്ല ഞാനും വരുവാണെന്നോ, ഞാനും കൂടെ അവരുടെ കൂടെ പോകും. എനിക്ക് തോന്നുന്നു NH1 ആ സമയത്ത് അത് ട്രക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പം എന്നോട് ഒരാൾ ഡ്രൈവിംഗ് അറിയാമോ എന്ന് ചോദിച്ചിട്ടെങ്കിൽ NH1 ഞാൻ ട്രക്ക് ഓടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ട്രക്ക് ഓടിക്കുന്നത്, എനിക്ക് ഡ്രൈവിംഗ് അറിയാം. പക്ഷേ ആർമി ട്രക്ക്, മിലിറ്ററി ട്രക്ക് ഞാൻ NH1 ഓടിച്ചു. ഗ്രാൻഡ് ട്രങ്ക് റോഡെന്നോ എന്തോ പറയുന്നത്, അങ്ങനെ ഒരു റോഡിൽ കൂടെ ഞാനത് ഓടിച്ചത് വലിയൊരു നല്ല അനുഭവം. കാരണം ഭയങ്കര രസമായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തത്. നല്ല അനുഭവമായിരുന്നു. CBIയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പൊതുവേ CBI മലയാളികൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത് സേതുരാമയ്യർ CBI എന്ന കഥാപാത്രത്തിലൂടെയാണ്, സിനിമയിലൂടെയാണ്. CBIയുടെ അന്വേഷണവും അതിൻ്റെ രീതികളുമൊക്കെ പോലീസിൽ നിന്ന് വ്യത്യസ്തമാണ്. വ്യത്യാസമുണ്ട്. സാധാരണ പോലീസിൽ നമ്മൾ ചെയ്യുന്നത് ശാസ്ത്രീയ അന്വേഷണമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി സമയം അധികം മെനക്കെടുത്താറില്ല പോലീസ് ഉദ്യോഗസ്ഥർ. പിടിച്ച് ലോക്കപ്പിലിട്ട് കുറേ 3-ാം മുറയൊക്കെ പ്രയോഗിച്ച് കഴിയുമ്പോൾ പലരും പറയും കാര്യങ്ങൾ എന്താണ്. അപ്പോൾ CBI അന്വേഷണം കുറച്ചും കൂടെ ഒരു ശാസ്ത്രീയമായിട്ട് പോകുന്നതാണ്. ടൈം എത്ര എടുത്താലും അതെങ്ങനെയെങ്കിലും ആളുകളെ ആരെയും അടിക്കാറില്ല, ഉപദ്രവിക്കാറേ ഇല്ല. ഒരു ആളെ പോലും നമ്മൾ ക്രൂരമായിട്ട് പെരുമാറാറില്ല. പക്ഷേ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നിരന്തരം ഇങ്ങനെ ഒരു ദിവസം ഒരു കാര്യം സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ചോദ്യം ചെയ്ത് അതെല്ലാം വെരിഫൈ ചെയ്യും. അടുത്ത കാര്യം അതേ ചോദ്യങ്ങൾ നമ്മൾ അലിബി വെച്ച് പിടിക്കും. പിന്നെ അതുപോലെ പല തരത്തിലുള്ള വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നീക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്കറിയാം അന്നത്തെ കാലത്ത് നാർക്കോ അനാലിസിസും അതുമൊക്കെ പിന്നീട് ബാൻ ചെയ്തത് സുപ്രീം കോടതി. പക്ഷേ ആ സമയത്ത് അത് ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മൾ ഒഫീഷ്യലായിട്ട് നാർക്കോ അനാലിസിസോ അല്ലെങ്കിൽ ലൈ ഡിറ്റക്ടറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഓർഡർ വേണം. പക്ഷേ അത് ഇവർക്കറിയില്ല, പിടിച്ചുകൊണ്ട് വരുന്ന പ്രതികൾക്ക് പലപ്പോഴും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതികളുടെ മുകളിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉള്ള ഒരു സാധനങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ട് ഇത് ലൈ ഡിറ്റക്ടർ ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഇത് തെറ്റാണല്ലോ അത് തെറ്റാണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അവർ തളരും. പിന്നെ നമ്മളൊരു ട്രൂത്ത് സീറം എന്ന് പറഞ്ഞൊരു സാധനം, ഇത് ട്രൂത്ത് സീറമാണ്, നീ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നീ അരമണിക്കൂറിനകം സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും. ഒന്നുമില്ല, പച്ചവെള്ളത്തിൽ കുറച്ച് കളർ ചേർത്തതൊക്കെയാണ്. പക്ഷേ അത് കുടിച്ചു കഴിയുമ്പോൾ ആൾ പരിഭ്രമിച്ചിട്ട് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്ക് എനിക്ക് ലോക്കൽ പോലീസിൽ ചെയ്തിട്ടില്ല. പക്ഷേ CBIയിൽ അവർ കുറച്ചുകൂടെ ചാണക്യ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പോലീസ് സേനയിൽ ഇരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് പോലീസ് പൊതുവെ എപ്പോഴും ഇന്നും ആളുകൾ ആരെങ്കിലും കൂട്ടാതെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ജനമൈത്രിയൊക്കെ വന്നിട്ട് പോലും അങ്ങനെയാണ് സാഹചര്യം. പക്ഷേ അന്ന് മാഡത്തിന് സഹായിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സംതൃപ്തിയോടെ കുറച്ച് ജനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഓഫീസിൽ നിന്ന് തിരിച്ചു പോയി എന്ന് തോന്നുന്ന എത്രയൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണത്? ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫീൽഡിൽ ജോലി ചെയ്തപ്പോൾ ലോ ആൻഡ് ഓർഡറായിട്ട് ASP ആയിട്ട് ചേർത്തലയിൽ ജോലി ചെയ്തപ്പോൾ തൃശ്ശൂർ SP ആയിട്ട് കുറച്ച് നാൾ ഞാനുണ്ടായിരുന്നു. പിന്നെ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും SP ആയിരുന്നു, DIG എറണാകുളം റേഞ്ച്, പിന്നെ IG ആയിട്ട് വീണ്ടും എറണാകുളം റേഞ്ച്. അപ്പോൾ ഇത്രയും സമയത്താണ് ഞാൻ ശരിക്കും ജനങ്ങളുമായിട്ട് അടുത്ത ഇടപഴകി ചെയ്തത്. ഈ ഒരു സമയങ്ങളിലെല്ലാം എന്ത് കേസ് വന്നാലും എനിക്ക് ജനങ്ങളുടെ അടുത്ത് ചെന്നിങ്ങനെ അവരുമായിട്ട് ഇടപഴകി ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഊഷ്മളത അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് DIG ആയിട്ട് ഇരിക്കുമ്പോഴാണ് സുനാമി വന്നത്. 2004 ഡിസംബർ സുനാമി വന്ന സമയത്ത് കൊല്ലത്ത് കൂടുതലായിട്ട് അടിക്കുകയും കായംകുളത്ത് കുറേ വീടുകൾ ഒലിച്ചു പോവുകയും അവിടെ നല്ലപോലെ അടിക്കുകയും ചെയ്തു. സുനാമി തീരം കയറി വന്ന് കുറേ വീടുകൾ എടുത്തു. അപ്പോൾ ഞാൻ അവിടെ ഫീൽഡിൽ തന്നെ ഇരുന്ന ഒരു സമയത്താണ് ഇത് ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ
അന്ധകാര നഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം 2 സ്ത്രീകൾ ഒലിച്ചു പോയത്. അവിടെ ഞാൻ തിരയിൽ പെട്ടു. ഞാൻ അടുത്ത 2ാമത്തെ സുനാമി വേവ് വന്നപ്പോൾ ഞാൻ തിരയിൽ പെട്ട് എന്നെ തിരയെടുത്തുകൊണ്ട് പോയതാണ്. ഞാൻ പിന്നെ ഒരു മരത്തിലൊക്കെ തെങ്ങിൽ കയറി പിടിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം അവിടുന്ന് ഞാൻ നനഞ്ഞ യൂണിഫോം ഇട്ടുകൊണ്ടാണ് കായംകുളത്ത് പോയത്. അവിടെ പോകുന്ന വഴി ഉണങ്ങി അങ്ങനെ ഫീൽഡിൽ ഇറങ്ങി നടന്നിട്ടാണ് ദേഹത്ത് കിടന്നാണ് ആ യൂണിഫോം ഉണങ്ങിയത്. കായംകുളത്ത് വെച്ചിട്ട് നല്ല പനിയും വന്നു എനിക്ക്, ചുമയും ജലദോഷവും പനിയൊക്കെ ആയിട്ട്. ആ പനിയും വെച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ വീടാന്തരം കയറി. നമ്മൾ കാണുന്ന സുനാമി എന്ന് പറയുന്ന വലിയൊരു പ്രകൃതി ദുരന്തം വന്ന് മനുഷ്യന് ദ്രോഹം ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരു നന്മയുടെ സുനാമി മനുഷ്യർ വന്ന് ജനങ്ങൾക്ക് ചെയ്യുന്നതാണ്. അവിടെ നിന്നൊന്നും ഒരു ഒറ്റ സാധനം മോഷണം പോയിട്ടില്ല. എല്ലാവരും ആളുകളെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ആശുപത്രി കൊണ്ടുവന്നു, ബ്ലഡ് കൊടുക്കാൻ ക്യൂ നിൽക്കുന്നു, കാശ് കൊടുക്കാൻ ക്യൂ നിൽക്കുന്നു, ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് വരുന്നു. എന്തുമാത്രം സേവനമാണ് ജനങ്ങളെ ഇതുപോലെ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി. അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മൂമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ വയ്യ. അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പല വീടുകളിൽ കയറി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ കുറച്ച് വെയിറ്റുള്ളൊരു അമ്മൂമ്മയുമാണ്. അവരുടെ കാലിൽ എന്തോ ഒരു അസുഖമുണ്ട്. അപ്പോൾ അവരെ ഞാൻ പൊക്കിപ്പിടിച്ച് എണീപ്പിച്ചൊക്കെ ഒരു വിധത്തിൽ വേറൊരു 2 പോലീസുകാരുടെയൊക്കെ സഹായം അവരെ വിളിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനെ അമ്മണി വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. എല്ലാം അവിടെ ചെന്ന് റെസ്ക്യൂ സെൻറ്ററിൽ കൊണ്ടാക്കിയ ശേഷം അമ്മിണി എടുക്കാനായിട്ട് ഞങ്ങൾ തിരിച്ചു പോയപ്പോഴാണ് അറിയുന്നത് അമ്മിണി ആടാണെന്ന്. അപ്പോൾ ആടിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ആ അമ്മ കരഞ്ഞത്. അപ്പോൾ സുനാമി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സും എൻ്റെ സീനിയർ ഓഫീസേഴ്സും ഒക്കെ ആയിട്ട് ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ സ്ത്രീകൾ വന്നിങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മാഡം തിരിച്ച് വന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കണ്ടിട്ട് എൻ്റെ IG-യും എൻ്റെ ADGP-യും ഒക്കെ ചോദിക്കുകയാണ്, ശ്രീലേഖ ഇങ്ങനെ ഇവിടെ ഫീൽഡിൽ വന്ന് ജോലി ചെയ്തോ, ശരിക്കും ചെയ്തോ? സ്ത്രീകളുടെ സ്നേഹം കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ SP ആയിട്ട് ഞാൻ SP ആയ ശേഷം ഞാൻ പത്തനംതിട്ടയിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് പോകാൻ സമയത്ത് എനിക്ക് കണ്ണ് ദീനം ഉണ്ടായിരുന്നു, ചെങ്കണ്ണുണ്ടായിരുന്നു. അപ്പോൾ ചെങ്കണ്ണ് കണ്ടതുകൊണ്ട് ഞാൻ ആളുകളെ ആരും അടുപ്പിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ പോകുന്നതായിട്ട് കയറി ഇങ്ങനെ കാറിലോട്ട് കയറാൻ സമയത്ത് വലിയ ബഹളം ഗേറ്റിൻ്റെ വെളിയിൽ. ഞാൻ ചോദിച്ചു എന്താ ആളുകൾ ബഹളം വെക്കുന്നതെന്ന് വെച്ചാൽ കുറേ സ്ത്രീകൾ കുട്ടികളുമായിട്ട് മാഡത്തിനെ കാണാൻ വന്നിരിക്കുക, നന്ദി പറയാൻ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം കാണണ്ട, കണ്ണുദീനമാണെന്ന്. കതക് തുറന്ന ഉടനെ എല്ലാവരും കൂടി ഓടി ഇങ്ങി വന്നു. എന്നിട്ട് ഒരു സ്ത്രീ വന്ന ഭീമ എന്ന് പറയുന്ന സ്ത്രീയാണ്. ആ ഭീമയുടെ മോന് 5 അസുഖങ്ങളായിട്ട് ജനിച്ചതാണ്. 12 വയസ്സുള്ളപ്പോഴും ഒരു 3 വയസ്സ് കുട്ടിയുടെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭീമ എന്ന് പറഞ്ഞ സ്ത്രീ ആദ്യം എൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോൾ പറഞ്ഞത്, മാഡം എന്നെ സഹായിക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ഈ കുഞ്ഞിന് വേണ്ടി. ഭീമയുടെ ഭർത്താവ് അബ്ദുൽ ഖാദർ മറ്റേ പാരാലിസിസ് വന്ന് കിടക്കുന്നു. ഞാൻ അവരുടെ വീട് വരെ പോയിട്ടുണ്ട്. ഒരു ചെറ്റക്കൂട്ടിലിങ്ങനെ ഷെഡ് വെച്ച് കെട്ടി ഈ മോനെ ഞങ്ങളെല്ലാവരും കൂടെ പോലീസുകാർ ചേർന്നാണ് രക്ഷപ്പെട്ടത്. എൻ്റെ ഭർത്താവാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പോലീസുകാരെല്ലാവരും കൂടി 25,000 രൂപ പിരിച്ചു കൊടുത്ത് ആദ്യത്തെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഞാൻ കണ്ണവരോടൊക്കെ പറഞ്ഞ് കാശ് ഇപ്പോൾ അവനെ കാണാൻ കല്യാണം കഴിച്ച് 2 കുട്ടികളുടെ അച്ഛനാണ്. ആക്ച്വലി സിവിൽ സർവീസിൽ ഞാൻ ജോലിക്ക് കയറിയ ശേഷം അതിന് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വരാറുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് സിവിൽ സർവീസിൽ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അവർക്കൊക്കെ ഞാൻ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നളിനി എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തു അതുപോലെ ഞാൻ മറ്റു കുട്ടികളോട് ഒരുപാട് അഡ്വൈസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ഞാനൊരു കണ്ടിട്ടേ ഇല്ലാത്ത ഒരു കുട്ടി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു, എന്നെ ഫോൺ വിളിച്ചിട്ട് വന്നു, മാഡം എൻ്റെ പേര് ഐശ്വര്യ സാഗർ എന്നാണ്, എനിക്ക് മാഡത്തിനെ കാണണം, വന്നോട്ടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നോളാം പറഞ്ഞു. ഞാനന്ന് ജയിൽ DGP ആയിട്ടിരിക്കുകയായിരുന്നു. ഐശ്വര്യ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മാഡത്തിൻ്റെ പടങ്ങൾ വെട്ടി എൻ്റെ മുറി മുഴുവൻ ഒട്ടിച്ച് എനിക്കൊരു ആരാധന പോലെ ശ്രീലേഖ ഇങ്ങനെ ആരാധന പോലെ മാഡത്തിൻ്റെ പടം ഇങ്ങനെ വെട്ടി എല്ലാ ആർട്ടിക്കിൾസും വെട്ടി ഒട്ടിച്ച് ഞാനിങ്ങനെ അതും നോയിക്കൊണ്ട് കിടക്കും, സ്വപ്നം കാണും, എനിക്കൊരു IPS ഓഫീസർ ആവണമെന്ന് പറയും. അപ്പോൾ ഞാൻ തീരെ സൈസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചോദിക്കും പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇല്ല, ഞാൻ IPS ആവും. പേരൂർക്കടയിലാണ് വീട്. പല പ്രാവശ്യം എനിക്ക് മാഡത്തിനെ കാണാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ IPS ആയിട്ടേ ഞാൻ മാഡത്തിനെ കാണുള്ളൂ, എൻ്റെ വാശിയാണെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞാൻ ഇവിടെ ബിനാലെ ഉണ്ടല്ലോ എറണാകുളത്ത്, ബിനാലയിൽ കാണാനായിട്ട് ഐശ്വര്യ പോയപ്പോൾ തൊട്ട് മുമ്പിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്കൊരു വെപ്രാളം, എനിക്കിങ്ങനെ വന്ന് പറയണം സംസാരിക്കാൻ വെപ്രാളമായിട്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് പിടിച്ചു നിന്നു, ഇല്ല ഞാൻ IPS എടുത്തിട്ടേ കാണുകയുള്ളൂ. അങ്ങനെ സിവിൽ സർവീസ് ഇപ്പം ഞാൻ പരീക്ഷ എഴുതി ജയിച്ച് ഞാൻ IPS ഓഫീസറാണ്. എനിക്കിപ്പോൾ IPS ആണ് കിട്ടിയിരിക്കുന്നത് മാഡം, അതുകൊണ്ട് ഞാൻ മാഡത്തിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരു അനുഭവം പറയുന്നത്, എന്നെ ഒരു ആരാധന ഒരു പാത്രമായിട്ട് കണ്ടുകൊണ്ട് അതുപോലെ ആവാൻ ആഗ്രഹിച്ച് IPS എടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ എന്തുമാത്രം മോട്ടിവേഷൻ ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കുക. അത് ആ ഒരു ഐശ്വര്യ ഇപ്പോഴും എൻ്റെ വളരെ നല്ലൊരു മോളെ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷീസ് വെസ്റ്റ് ബംഗാൾക്കാട് IAS ഓഫീസറെ കല്യാണം കഴിച്ചു, ഒരു നല്ല മോനുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോൾ.
വെരി സ്വീറ്റ് ആൻഡ് വെരി ബ്രേവ് ലേഡി. കാരണം വെസ്റ്റ് ബംഗാൾ കാഡറിൽ സാധാരണ പെൺകുട്ടികൾക്ക് അങ്ങനെ നല്ല പോസ്റ്റിംഗ് കൊടുക്കാറില്ല. പക്ഷേ ഐശ്വര്യയ്ക്ക് എപ്പോഴും നല്ല പോസ്റ്റിംഗാണ്. ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഐശ്വര്യ കുതിരയെന്ന് വീണിട്ടൊരു ചെറിയ പരിക്കൊക്കെ പറ്റിയ ഒരു ട്രെയിനിങ് കുറച്ച് നീണ്ടുപോയി എന്നുള്ളതല്ലാതെ വളരെ സിൻസിയർ, ഓണസ്റ്റ്, ഡെഡിക്കേറ്റഡ്, എന്നെ പോലെ തന്നെ ആത്മാർത്ഥത ഒരുപാടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഭയങ്കര നല്ലൊരു അനുഭവമാണ്. ഈ ജയിൽ DGP ആയിരുന്ന സമയത്ത് ഇപ്പോൾ പൊതുവെ മൊത്തത്തിൽ മാറ്റാൻ അല്ലെങ്കിൽ കുറച്ചൊരു വ്യത്യാസം വരുത്തേണ്ട സംവിധാനങ്ങളാണ് ജയിലുമായി ബന്ധപ്പെട്ടുള്ളത്. മാഡം ജയിൽ DGP ആയിരുന്ന സമയത്ത് ആ ഒരു വല്ലാത്ത അനുഭവമാണല്ലോ, ജയിലിലെ അനുഭവം എന്ന് പറയുന്നത് വല്ലാത്ത അനുഭവമാണ്. അപ്പോൾ എത്രത്തോളം ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവരെ? വല്ലാത്ത അനുഭവമല്ല. ജയിൽ DGP ആയിട്ട് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത് 3 വർഷത്തേക്ക് ഞാൻ ജയിൽ DGP ആയിരുന്നു. ആദ്യമായിട്ട് ജയിലുകളല്ല ഇത്, കറക്ഷണൽ ഹോംസ് ആണ്, തിരുത്തൽ കേന്ദ്രങ്ങളാണെന്ന് പേര് മാറ്റിയത് ഞാനാണ്. ഇപ്പോൾ ജയിലുകൾ എന്നറിയുന്നില്ല, ദേ ആർ കോൾഡ് പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം, പ്രിസൺ ആൻഡ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പേര് മാറ്റി. ഇപ്പോൾ ജയിലിൻ്റെ DGP അല്ല, DGP ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, തിരുത്തൽ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ആളുകളെ പിടിച്ച് പൂട്ടിയിടുവല്ല, അവരെ മനപരിവർത്തനം വരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സ്കില്ല് കൊടുത്തുകൊണ്ട് അവരെ തിരിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദിനംപ്രതി വർഷം പ്രതി അന്തേവാസികൾ കൂടി വരുന്ന ജയിലുകളിൽ 1000-ഓളം തടവുകാർ ഒരു വർഷം കുറഞ്ഞതും 300 വനിതാ തടവുകാരുണ്ടായിരുന്ന സ്ഥലത്ത് 60 വനിതാ തടവുകാരായിട്ട് ചുരുങ്ങിയത്. എന്തുകൊണ്ടാണ്? പണ്ടൊക്കെ റിപ്പീറ്റഡ് ഒഫൻസ് ഉണ്ടായിരുന്നു. ഒരാളൊരു കുറ്റവാളിയാണെങ്കിൽ, കഞ്ചാവ് വിൽപ്പനക്കാരാണെങ്കിൽ, അയാൾ വെളിയിലാണെങ്കിൽ വീണ്ടും കഞ്ചാവ് വിൽക്കും. കള്ളക്കടത്ത് നടത്തുന്നതാണ്, വീണ്ടും കള്ളക്കടത്ത് നടത്തും. മോഷണമാണ് തൊഴിലെന്നുണ്ടെങ്കിൽ വീണ്ടും മോഷണം നടത്തി ജയിലിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്നവരുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞ് അവരെ എല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റി, സ്കില്ല് കൊടുത്ത് അവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവർ വെൽഫെയർ ഓഫീസേഴ്സ്, നമ്മുടെ വെൽഫെയർ ഓഫീസേഴ്സ് നിരന്തരം കണ്ടെങ്ങനെയുണ്ട് പോകണുണ്ടോ, കടകൾ തുടങ്ങാനായിട്ട്, ടൈലറിങ് യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട്, പെട്രോൾ ബങ്കിൽ വർക്ക് ചെയ്യാനായിട്ട്, ഹോട്ടലുകളിൽ പാചകക്കാരായിട്ട്. ജയിലിൻ്റെ തന്നെ വരുമാനം ഒരു വർഷം 10 കോടിയാക്കിയ മാറ്റിയത് ഞാൻ. തുടക്കം ഇട്ടത് അലക്സാണ്ടർ ജേക്കബ് സാറായിരുന്നു. ചപ്പാത്തി യൂണിറ്റ്, ചിക്കൻ ചപ്പാത്തി. പക്ഷേ വെജിറ്റബിൾ ഫാമിങ്, വെജിറ്റബിൾസ് കൾട്ടിവേഷൻ, ഫ്രൂട്ട് ഫാമിങ്, ഫ്രൂട്ട് ഓർച്ചാർഡ്സ്, ഇങ്ങനെ എല്ലായിടത്തും ഫുഡ് യൂണിറ്റ്സ് കൊണ്ടുവന്നു. ഫുഡ് ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാൻറ്റീനും കഫറ്റേറിയയും എല്ലാ ജയിലുകളിലും കൊണ്ടുവന്ന് 10 കോടി രൂപ. പിന്നെ കാർപ്പൻട്രി, അതുപോലെയുള്ള സോപ്പ് മേക്കിങ്, ലോഷൻ മേക്കിങ്, ടൈലറിങ് യൂണിറ്റ്. വേറെ സാറ് കൊണ്ടുവന്ന് ഫ്രീ ഫാഷനിസ്റ്റ എന്ന് പറയുന്ന ബുട്ടീക്ക് ഞാൻ ടൈലറിങ് യൂണിറ്റ് ആക്കി. മുടി വെട്ടുന്ന ഫീനിക്സ് ബ്യൂട്ടി പാർലറുകൾ. ഓർത്ത് നോക്കാം, കൊലപാതക കേസിൽ പ്രതിയാവുന്ന ആളാണ് കത്തി വെച്ചിട്ട് ബാർബറായിട്ട് ആളുകളെ മുടി മുറിച്ച് കൊടുക്കുന്നത്. അത്രത്തോളം വിശ്വാസ്യത വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ മാറ്റം. പിന്നെ ജയിലുകളിനകത്ത് ഞാൻ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, അന്തേവാസികളുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്തുമായിരുന്നു കുറ്റകൃത്യം, എന്തിനകത്തായത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു സെൻട്രൽ ജയിലിൽ. അയാൾ നന്നായിട്ട് കവിത എഴുതും, കഥ എഴുതും, എല്ലാ ജയിൽ ഡേയിലും വന്ന് വായിക്കും. അപ്പോൾ അയാൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് പോക്സോ കേസിലെ പ്രതിയാണെന്നൊക്കെ. ചിലർ മർഡർ, സ്ത്രീയെ കൊന്നതിനകത്തായി കിടക്കുന്നത്. ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി നമ്മൾ പരിവർത്തനം നടത്തും. പക്ഷേ എന്നാലും ഈ കേസുകളുടെ ബാഹുല്യം ഇങ്ങനെയാണ്. ഇപ്പോൾ എന്താണ് ഇത് ചെയ്യാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു, ഞാൻ മയക്കുമരുന്നിൻ്റെ അടിയിലായി, ഇപ്പം ഞാൻ കുടിച്ചിട്ട് ചെയ്തതാണെന്ന് പറയും. എങ്ങനെയാണ് അതിൽ നിന്ന് മാറ്റാൻ പറ്റുന്നതെന്ന് പിന്നെ നമ്മൾ നോക്കും. ഇപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ് കാണാനായിട്ട് പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ക്രൂരത കാണിക്കുമ്പോൾ ഞാൻ ഇതുപോലെ കുട്ടിക്കാലത്ത് ക്രൂരത ഏറ്റ് വളർന്നതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് ആയിപ്പോയി എന്ന്. ഞാനതാണ് വീണ്ടും ആൾക്കാരോട് പറയുന്നത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, തല്ലല്ല, അല്ലെങ്കിൽ ഭാവിയിൽ അവർ ജയിലിലാകും, കുറ്റകൃത്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ് ഈ ജയിൽ ജീവിതം. ശരിക്കും എൻജോയ് ചെയ്തതാണ് ജയിലിൽ.